വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പോർക്ക് വിന്താലു ആണ്. ഈസിയായി ആ പോർക്ക് വിന്താലു എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിന് വേണ്ട മസാലകൾ തയ്യാറാക്കണം. അപ്പോൾ അതിനായി 1 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 ഗ്രാമ്പ്, ഒരു ചെറിയ കഷ്ണം പട്ട, 1 ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 ഏലക്ക, ഒരു 12 അല്ലി വെളുത്തുള്ളി, പിരിയൻ മുളക് പൊടി അഥവാ കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, സാദാ മുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 4 ടേബിൾ സ്പൂൺ വിനീഗർ. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറുകപ്പട്ട, ഗ്രാമ്പു, ഇഞ്ചി, കടുക്, വെളുത്തുള്ളി, കുരുമുളക്, ഏലക്ക, പെരിഞ്ജീരകം എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, 2 മുളക് പൊടിയും ഇടണം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറും സാദാ ചില്ലി പൗഡറും ഇടണം. മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് വിനീഗറാണ്. അല്പം വിനീഗറും കൂടി ഇതിലേക്ക് ഒഴിച്ച് നമുക്കിത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ മസാലകളെല്ലാം നന്നായി അരച്ചെടുത്തു. ഇനി നമുക്കിത് പോർക്കിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഞാനിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടുവാണേ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചെടുത്തിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം നന്നായി നമ്മൾ പോർക്കിലേക്ക് പുരട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 1/2 മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു കുക്കർ വെച്ച് അതിലേക്ക് നമ്മൾക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള നേരിയതായി അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കാം. നമ്മളിത് കുക്കറിലാട്ടോ വെക്കുന്നത്. എളുപ്പത്തിൽ കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൽ വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കടായിലോ അല്ലെങ്കിൽ വേറൊരു പാനിലോ മറ്റോ വെക്കുകയാണെങ്കിൽ ചില പോർക്കിന് നല്ല വേവ് ഉണ്ടാവും. അപ്പോൾ ഒരു 45 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി വരും. ചില പോർക്ക് വേവ് കുറഞ്ഞതാണെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ടൊക്കെ ആവും. കുക്കറിലാവുമ്പോൾ നമുക്ക് വേഗം തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവാള വേഗം നമുക്ക് ബ്രൗൺ കളറായി കിട്ടും കേട്ടോ. വേഗം വഴറ്റിയെടുക്കാൻ സാധിക്കും. ഇതൊരു ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റണം കേട്ടോ. ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച ശേഷം ഒരു വിസിൽ വരണം. ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് സിമ്മിലേക്കാക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം.
അപ്പോൾ ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയിരിക്കും കേട്ടോ. ഞാൻ ഓഫ് ചെയ്തു. അല്പം വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ വെച്ച് അതൊന്ന് വറ്റിച്ചെടുക്കാം. നല്ല കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ബിന്ദാലു റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈസിയായി തയ്യാറാക്കാവുന്ന ഈ പോർക്ക് ബിന്ദാലു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായ ജുലീനാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. എങ്കിലേ ഞാനിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.